നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ ഇൻ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ഓഫ് ദി ഗിവൺ ഒബ്ജക്റ്റ്. നമ്മുടെ 3 വ്യൂസും തന്നിട്ടുണ്ട്. ഫ്രണ്ട് വ്യൂ ഏത് ഡയറക്ഷനിലാണ്, സൈഡ് വ്യൂ ഏത് ഡയറക്ഷനാണ്, ടോപ്പ് വ്യൂ ഏത് ഡയറക്ഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം റെഫറൻസ് ലൈൻ മാർക്ക് ചെയ്ത് നമ്മൾ ഫ്രണ്ട് വ്യൂയിലൂടെ ഈ ഒബ്ജക്റ്റിനെ നോക്കിക്കഴിഞ്ഞാൽ ഈ സർഫസ് നമുക്ക് വ്യക്തമാണ്, ശരിയല്ലേ? ഈ സർഫസും നമുക്ക് വ്യക്തമാണ്, ഈ സർഫസും നമുക്ക് വ്യക്തമാണ്. ഇത്രയും സർഫസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ചരിഞ്ഞ പ്രതലമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല, സ്ട്രൈറ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് വരയ്ക്കാനായിട്ട് ആദ്യം എന്ത് ചെയ്യുക, 60 എടുക്കുക. പടത്ത് 60 ആണ്, അത് നമ്മൾ 60 എടുത്തു. ഓക്കെ, ദെൻ ഇത് മുതൽ ഇതുവരെയുള്ള ഹൈറ്റ് എത്രയാണ്, 60 ആണ്, അത് നമ്മൾ മാർക്ക് ചെയ്തു, 60 മാർക്ക് ചെയ്തു. ഈ സൈഡിലും നമുക്ക് 60 മാർക്ക് ചെയ്യാം, 60 മാർക്ക് ചെയ്തു. നമ്മൾ ക്ലോസ് ചെയ്തെടുത്തു. ഓക്കെ, ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്, 20 ഉണ്ട്. ഇത് മുതൽ ഇതുവരെയും 20 ഉണ്ട്. അപ്പോൾ ടോട്ടൽ 60 ആണ്. അപ്പോൾ നമ്മൾ അടുത്ത 20 കൂടെ മാർക്ക് ചെയ്തു. അതുപോലെ ഈ സൈഡിൽ ഇവിടെ മുതൽ ഇതുവരെ 20 ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും കൂടെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ ഇത്രയും സർഫസായി, ശരിയല്ലേ? ഇനി അടുത്ത് ഈ സർഫസാണ്. ഇവിടെ നിന്ന് എത്ര എടുക്കണം, 20 എടുക്കണം. ആ ചരിഞ്ഞ പ്രതലത്തിനെ നമ്മൾ എങ്ങനെയായിട്ട് കിട്ടും, നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. ഇങ്ങനെയല്ലേ നമുക്ക് കാണാൻ പറ്റൂ, ഈ പോർഷനെ ഇങ്ങനെയല്ലേ കാണാൻ പറ്റൂ, ഈ പോർഷനെയും ഇങ്ങനെ കാണാൻ പറ്റും, ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കഴിഞ്ഞു, വളരെ സിമ്പിളായിരുന്നു. ഇനി ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ഈ സർഫസ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും, ശരിയല്ലേ? അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ നമുക്ക് കാണാൻ പറ്റും, ഈ ഒരു പോർഷൻ നമുക്ക് കാണാൻ പറ്റും. ഇത്രയും പോർഷൻസ് അല്ലേ നമുക്ക് അതിൻ്റെ ടോപ്പ് വ്യൂയിലൂടെ കാണാൻ പറ്റും. അപ്പോൾ അത് വരയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫ്രണ്ട് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, ദെൻ ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്, 60 ഉണ്ട്, ശരിയാണ്. നമ്മൾ അതിനെയാണ് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്, 50 ഉണ്ട്. ഓക്കെ, ഇത്രയും നമ്മൾ മാർക്ക് ചെയ്തു. ഈ പോർഷൻ നമ്മൾ മാർക്ക് ചെയ്യുന്നു, 60 നമ്മൾ ഇതുവരും മാർക്ക് ചെയ്തു. ഇനി നമ്മൾ നോക്കിയേ, ഇത് മുതൽ ഇതുവരെ എത്രയാണ്, മൊത്തത്തിൽ 50, ഇത് മുതൽ ഇതുവരെ 20, ഇത് മുതൽ ഇതുവരെ 20, ഇത് മുതൽ ഇതുവരെ 10 ആയിരിക്കും അല്ലേ? ആ 10 നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഈ 10 നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഈ ലൈൻ വരയ്ക്കുക. ഈ പോയിന്റിൽ നിന്ന് ഇത്രയല്ലേ ആദ്യം കാണുന്ന പോർഷൻ, ശരിയല്ലേ? ഈ 10 മാർക്ക് ഇത്രയാണ് ആദ്യം കാണുന്ന പോർഷൻ. ഇനി എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഇതുവരെ 20 എടുക്കുക. ഓക്കെ, ഈ പോയിന്റിൽ നിന്ന് നമുക്ക് ലാസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യാൻ പറ്റും. ആ ലാസ്റ്റ് പോയിന്റിലേക്ക് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇതല്ലേ? ദെൻ ലാസ്റ്റ് 20 ഇവിടെ ഉണ്ട്, ഇത് 20 ഉണ്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ മുകളിൽ നോക്കുമ്പോൾ കാണുന്ന ഈ പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്, താഴത്തെ പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് അതിൻ്റെ ഏറ്റവും ടോപ്പിലെ പോർഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ കഴിഞ്ഞു. ദെൻ ഇനി നമ്മൾ ഏതാണ്, സൈഡ് വ്യൂ ആണ്. ഇത് ഒബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആയിട്ട് ഫ്രണ്ട് വ്യൂവിൻ്റെ റൈറ്റ് സൈഡിൽ വരയ്ക്കണം. നമ്മൾ സൈഡ് വ്യൂയിലൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സർഫസ് കാണാൻ പറ്റും, ശരിയല്ലേ? ഇത്രയും സർഫസ് കാണാൻ പറ്റും. ഇനി ഈ സർഫസ് നമുക്ക് കാണാൻ പറ്റും. ചരിഞ്ഞ പ്രതലമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല, സ്ട്രൈറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഈ സർഫസും നമുക്ക് കാണാൻ പറ്റും. ഇത്രയല്ലേ നമുക്ക് സൈഡ് വ്യൂ കൂടെ കാണാൻ പറ്റും ഇവിടെ നോക്കുമ്പോൾ. അത് വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഫ്രണ്ട് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുക.
ഓക്കെ, ഇത് മുതൽ ഇതുവരെ 60 ഉണ്ട്. ആ 60 നമ്മൾ അതുപോലെ തന്നെ മാർക്ക് ചെയ്യുന്നു. ദെൻ ഇത് മുതൽ ഇതുവരെ 50 ഉണ്ട്. ആ 50 നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നോക്കിയേ, ഇത് മുതൽ ഇതുവരെ 10 ആണ്. ആ 10 നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. ദെൻ ഇവിടെ നിന്ന് താഴേക്ക് എത്രയുണ്ട്? 20 ഉണ്ട്. ഓക്കെ, ഇത് മുതൽ ഇതുവരെ വീണ്ടും 20 ഉണ്ട്. അവിടെ നിന്ന് വീണ്ടും താഴേക്ക് എത്രയുണ്ട്? 20 ആണ്. ദെൻ ഇത് എത്രയുണ്ട്? 20 ഉണ്ട് അല്ലേ? ഇത്രയും പോർഷനായി കഴിഞ്ഞു. ഓക്കെ, നമുക്ക് മുകളിലേക്ക് വരയ്ക്കാം. ദെൻ ഇനി എന്ത് ചെയ്താൽ മതി? വളരെ വ്യക്തമായിട്ട് കാണുന്ന പോർഷൻ ഇതാണ്. ഇനി ഈ ഒരു പോർഷൻ അല്ലേ, ഈ ഒരു പോർഷൻ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയില്ല. ചെരിഞ്ഞ പ്രതലമാണ്. സ്ട്രെയിറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ എങ്ങനെ ഇരിക്കും? ഓക്കെ, ദെൻ ഈ ഇരിക്കുന്ന ഒരു പോർഷൻ നമുക്ക് എങ്ങനെ കാണാം? ഈ ഒരു പോർഷനായിട്ടും കാണാം. ശരിയല്ലേ? ഇതല്ല അതിൻ്റെ സൈഡ് വ്യൂ. ഇനി എന്ത് ചെയ്യുക? ലാസ്റ്റ് എന്ത് ചെയ്യുക? ഡയമെൻഷൻ കൊടുക്കുക. ലാസ്റ്റ് എന്ത് ചെയ്യുക? ഇതുപോലെ ഡയമെൻഷൻസ് ചെയ്യുക. ഓക്കെ.